സന്തോഷ് തുടരുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സന്തോഷ്, ഈ പുഴയിലെ കുത്തൊഴുക്ക്, ആ ഒഴുക്ക് എന്ന് പറയുന്നത് ഒരിക്കലും നിസ്സാരമായി നമുക്ക് കാണാൻ സാധിക്കില്ല. മേജർ ഇന്ദ്രപാൽ അടക്കമുള്ള ആളുകൾ എത്തിക്കൊണ്ടുള്ള ഒരു ദൗത്യം അത് ഉടൻ ആരംഭിക്കുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ പുഴയിലെ കുത്തൊഴുക്ക് അത് പ്രതികൂലമായി ബാധിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇത് നിയന്ത്രിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം അത് ദൗത്യസംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും അത്യാധുനിക സംവിധാനം മറ്റോ ഉണ്ടോ? അഞ്ജന, ഞാൻ പറയുന്നത് വ്യക്തമാണോ? കേൾക്കാം സന്തോഷ്, പറഞ്ഞോളൂ. തീർച്ചയായും അവിടെ നിന്നും നമ്മൾ ഈ ഒരു നദിയുടെ മറുകരയിൽ നിന്നും നമ്മുടെ വാർത്താ സംഘം അവിടെ നിന്നും പോലീസിന്റെ നിർദ്ദേശം അനുസരിച്ച് മടങ്ങിയിരിക്കുകയാണ്. അതേസമയം തന്നെ നമ്മൾ അവിടെ നിന്ന് മടങ്ങുന്ന സമയത്ത് ഊർജിതമായി തന്നെ ഈ ദൗത്യം പുരോഗമിക്കുന്നതിന്റെ ഒരു ദൃശ്യങ്ങളാണ് കണ്ടത്. അവിടെ ഇന്ന് ഏറ്റവും പ്രധാനമായും ഈ റിട്ടയർഡ് മേജർ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ, ഈ വെള്ളത്തിനടിയിലുള്ള ലോറിക്ക് അടുത്തേക്ക് എത്തിയുള്ള തിരച്ചിൽ, അതിന്റെ വളരെ കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളും പകർത്താനുള്ള ഈ സംവിധാനങ്ങൾ അതെല്ലാമാണ്, അടിത്തട്ടിൽ നിന്നും പകർത്താനുള്ള സംവിധാനങ്ങൾ എല്ലാമാണ് ഒരുക്കിയിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള കൺട്രോൾ റൂമും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ചെറിയ ടെന്റ് നിർമ്മിച്ച് മഴയെല്ലാം തന്നെ പ്രതിരോധിക്കുന്നതിനായി ടെന്റ് നിർമ്മിച്ച കൺട്രോൾ റൂം ഒരുക്കിയിട്ടുണ്ട്. മറ്റ് ആധുനിക ഉപകരണങ്ങളും അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിന്റെ സഹായത്തോടു കൂടിയുള്ള പരിശോധനയാണ് തുടക്കത്തിൽ നടക്കുന്നത്. പിന്നീട് ഈ പിന്നാലെ തന്നെ നേവിയുടെ ഈ മുങ്ങൽ വിദഗ്ധർ ബോട്ടിൽ ഈ സ്ഥലത്തേക്ക്, ലോറി ട്രക്ക് കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തി അടിത്തട്ടിലേക്ക് മുങ്ങിത്തപ്പുകയാണ് ചെയ്യുക. ഈ ലോറിയുടെ അടുത്തേക്ക് എത്തുക, അവിടെ എത്തിയതിനു ശേഷം അതിന്റെ നേരിട്ട് തന്നെ അത് കണ്ട് അതിന്റെ പൊസിഷനും കാര്യങ്ങളും മനസ്സിലാക്കി കൃത്യമായ സ്കെച്ച് തയ്യാറാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ലോറിയുടെ ക്യാബിൻ ഉള്ളിൽ അർജുൻ ഉണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുക. അതിനാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. അതിനുശേഷം മറ്റ് നേരത്തെ തയ്യാറാക്കിയ പദ്ധതി പ്രകാരം ക്രെയിൻ ഈ അർജുനെ ആദ്യം കരക്കെത്തിക്കുകയും പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് ഈ ട്രക്ക് ഉയർത്തുകയും ചെയ്യുക എന്നതിനുള്ളതിന് ആ രീതിയിലുള്ള ഒരു പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിന്റെ ശ്രമങ്ങളാണ്, അതിന്റെ ആ ദൗത്യമാണ് തുടക്കം മുതൽക്ക് തന്നെ, ഇപ്പോൾ രാവിലെ മുതൽക്ക് തന്നെ ഇന്ന് 7 മണിക്ക് തന്നെ എല്ലാ ദൗത്യ സംഘങ്ങളും എത്തിയിരുന്നു. 7 മണിക്ക് തന്നെ അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ പൂർണ്ണ തോതിൽ തന്നെ ആ ദൗത്യത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഈ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധന്മാർ പുഴയിലേക്ക് ഇറങ്ങുന്നതിനായി ബോട്ട് ഉൾപ്പെടെ തയ്യാറാക്കി സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. ഏതായാലും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ഇന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ഈ തിരച്ചിൽ നടക്കും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. കാലാവസ്ഥ കൂടുതൽ പ്രതികൂലമാകുന്നതിന് മുൻപായി വളരെ വേഗത്തിൽ തന്നെ ഇതിന്റെ പരമാവധി ഘട്ടങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന രീതിയിൽ ഈ അവിടെയുള്ള ടെലിഫോൺ, ഈ മൊബൈൽ ഫോൺ ഉപയോഗം വരെ അവിടെയുള്ള സിഗ്നൽ തകരാർ ഉണ്ടാക്കും എന്നാണ് ഇന്നലെ SP പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ കൂടുതൽ ഈ ദൗത്യ സംഘത്തിലുള്ളവർക്കല്ലാതെ മറ്റാർക്കും ഇന്ന് തുടരാൻ അനുമതിയില്ലാത്തത്. ഇന്നലെ വരെയും നമുക്ക് ഈ ദൗത്യം നടക്കുന്ന സ്ഥലത്ത് പ്രവേശിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൂടിയും അതിന്റെ മറുകരയിൽ നിന്നുകൊണ്ട് ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുമായിരുന്നു. എന്നാൽ ഇന്ന് നദി കേന്ദ്രീകരിച്ചുകൊണ്ട്, നദിയുടെ മധ്യഭാഗത്ത് ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നിരവധി പ്രവർത്തനങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവിടെ നിന്നും മാധ്യമ പ്രവർത്തകരെയും ഉൾപ്പെടെ മാറ്റിയിട്ടുള്ളത്. ഒപ്പം തന്നെ സുരക്ഷയും എല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത്. ഏതായാലും ഈ ഒരു ദൗത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം, അതിന്റെ നിർണായകമായ മണിക്കൂറുകളിൽ കൂടി തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായ കാലാവസ്ഥ, ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴയായിരുന്നു. ഒരുപക്ഷെ ഇന്നും അങ്ങനെ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ, അങ്ങനെ മഴ പെയ്യാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ ഉച്ചയ്ക്ക് മുമ്പായി ദൗത്യത്തിന്റെ ഒരു ഘട്ടം പൂർത്തീകരിക്കാനാണ് ഈ ദൗത്യ സംഘം ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ ഇന്ന് ഈ ദൗത്യം ആരംഭിച്ചത്. അതിപ്പോൾ പുരോഗമിക്കുകയാണ്. അഞ്ജന, സന്തോഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മാധ്യമ പ്രവർത്തകരോട് അവിടെ നിന്ന് മാറാൻ പറഞ്ഞതനുസരിച്ച് നമ്മൾ കൈരളി ന്യൂസ് സംഘം അടക്കം അവിടെ നിന്ന് മാറിയിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല ആ ഒരു പ്രദേശത്ത് ഇന്ന്. സ്വാഭാവികമായും ഇന്നത്തെ രക്ഷാദൗത്യത്തെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകാം, സിഗ്നൽ തകരാറൊക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകാം അവിടെ നിന്ന് ഒരുപക്ഷെ മാറാൻ പറഞ്ഞിട്ടുണ്ടാവുക. അത് നമ്മളും മനസ്സിലാക്കുന്നു. നമ്മൾ ആ നിർദ്ദേശം ലഭിച്ച ഉടൻ തന്നെ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരോട് തത്സമയ ദൃശ്യങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത് ഇനി സാധ്യമല്ല. കാരണം ഡ്രോൺ ഒന്നും ഉപയോഗിക്കാൻ ആ ഒരു പ്രദേശത്ത് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ തത്സമയ ദൃശ്യങ്ങൾ ഇനി എത്തിക്കാൻ നമുക്ക് സാധിക്കില്ല. അത് എന്തായാലും ദൃശ്യങ്ങളൊക്കെ തരാമെന്നാണ് അവിടെ നിന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അത് ഏത് രീതിയിൽ ലഭിക്കുമെന്നത് നമുക്കറിയില്ല. ലഭിച്ചാൽ ഉടൻ ആ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും ഇനിയുള്ള ഇന്നത്തെ ഒരു നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്
ഈ വളരെയധികം കുത്തൊഴുക്കുള്ള പുഴയാണ് ഗംഗാവലി പുഴ എന്ന് പറയുന്നത്. ആ പുഴയിൽ ലോറി ഉറപ്പിച്ചു നിർത്തണം എന്നതാണ് രക്ഷാദൗത്യ സംഘത്തിന് മുന്നിലുള്ള ആദ്യത്തെ നടപടിക്രമം എന്ന് പറയുന്നത്. അതിനുശേഷം ലോറി കരയിലേക്ക് ഉറപ്പിക്കാൻ സാധിക്കണം, ഉള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് കണ്ടെത്തണം, പുറത്തെടുക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു നടപടിക്രമങ്ങൾ മൊത്തത്തിൽ അവിടെ നടക്കാനുള്ളത്. ഇതിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായുള്ളത് പ്രദേശത്തെ കാലാവസ്ഥ തന്നെയാണ്. ഇടവിട്ട് മഴയുണ്ട്, മഴ പെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഈ രക്ഷാപ്രവർത്തനത്തിൽ ഞാൻ ഈ ആദ്യം പറഞ്ഞ ഇന്നത്തെ ഈ ഒരു നടപടിക്രമങ്ങളെ അത് ബാധിക്കുമെന്ന് നമുക്കറിയില്ല. കാരണം രാവിലെ വലിയ മഴയുണ്ടായിരുന്നു. ഇന്നലെ ലോറി കണ്ടെത്തിയിട്ടും ആ ഒരു തെരച്ചിൽ നമുക്ക് നിർത്തേണ്ടി വന്നതെന്ന് പറയുന്നത് ഈ ഒരു മഴ അത് വളരെയധികം ശക്തമായിക്കൊണ്ട് തന്നെ പെയ്യുന്നത് കൊണ്ടാണ്. കാരണം കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ വലിയ ഒഴുക്കുള്ള പുഴയാണ് ഗംഗാവലി പുഴ. ആ പുഴയിലെ അടിത്തട്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും സാധിക്കാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഇന്നലെ രക്ഷാപ്രവർത്തനം നിർത്തേണ്ടി വന്നത്. ഈ മല ഇടിഞ്ഞ് വീണ ഒരു ഭാഗത്ത് നിന്ന് ഏകദേശം കരയിൽ നിന്ന് ഈ നാഷണൽ ഹൈവേ 66 NH-66 കടന്നു പോകുന്ന പ്രദേശത്ത് നിന്ന് പുഴയിലേക്ക് ഏകദേശം 20 മീറ്റർ മാറിയാണ് അർജുൻ്റെ ലോറി ഉള്ളത്. ഏകദേശം 5 അടിയോളം താഴ്ചയിലാണ് ഈ ഒരു ലോറി ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് എത്തി, പുഴയുടെ അടിത്തട്ടിലേക്ക് എത്തി ഈ ലോറി ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി സാധിക്കണം. അത് ഒരിക്കലും ഞാൻ ഈ പറയുന്നത് പോലെ നമുക്ക് വാക്കുകൾ കൊണ്ട് പറയുന്നത് പോലെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം വളരെ കുത്തൊഴുക്കുള്ള ഒരു പുഴ, ആ പുഴയിലെ ലോറിയൊക്കെ ഉറപ്പിച്ചു നിർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള സാഹചര്യമായിരിക്കില്ല. അപ്പോൾ അത് വളരെ ശ്രമകരം തന്നെയാണ്. അപ്പോൾ ആ കുത്തൊഴുക്കുള്ള പുഴയിൽ ലോറി ഉറപ്പിച്ചു നിർത്തണം, ലോറി കരയുമായി ബന്ധിപ്പിക്കാൻ കഴിയണം. കാരണം 20 മീറ്ററോളം അകലെയാണ്, കരയിൽ നിന്ന് 20 മീറ്ററോളം അകലെയാണ് ഈ ലോറി ഉള്ളത്. അപ്പോൾ അത് കരയുമായി ബന്ധിപ്പിക്കാൻ വേണ്ടി കഴിയണം. പുഴയുടെ അടിത്തട്ടിലേക്ക് ചെന്ന് ആ ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്നത് ഉറപ്പിക്കണം. അത് വലിയൊരു കടമ്പ തന്നെയാണ്. ഉണ്ടെങ്കിൽ അർജുനെ പുറത്തെടുക്കണം. ഇതിനൊക്കെയാണ് ഇന്നത്തെ പ്രാധാന്യം നൽകുന്ന നടപടിക്രമങ്ങൾ. വെല്ലുവിളിയായി മഴ തുടരുന്നൊരു സാഹചര്യമുണ്ട്. സന്തോഷ് ഉണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സന്തോഷ, വലിയ സാധ്യതകൾ, ഒരുപാട് സാധ്യതകളൊക്കെ ഇതിനകത്തുണ്ട്. കാരണം മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് അർജുന ക്യാബിനിൽ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. പക്ഷെ അതൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അത് ഇനിയിപ്പോൾ പുഴയുടെ അടിത്തട്ടിലേക്ക് എത്തിക്കൊണ്ടുള്ള ഒരു പരിശോധനയിൽ മാത്രമാണ് സാധിക്കുകയുമൊക്കെയുള്ളൂ. പക്ഷെ അപ്പോഴും മറ്റൊരു സാധ്യത കൂടിയുണ്ട്. കാരണം ഈ ലോറിയുടെ എൻജിൻ ഓണാക്കിയിട്ട് അർജുൻ ചായ കുടിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടോ എന്നത് വലിയൊരു ആശങ്കയൊക്കെ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വരും മണിക്കൂറിൽ മാത്രമാണ് അത്തരമൊരു സ്ഥിരീകരണത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. സന്തോഷ്. സന്തോഷ്, കേൾക്കാമോ? അഞ്ജന, കേൾക്കാം. ഈ രക്ഷാപ്രവർത്തനം, രക്ഷാദൗത്യം ഇപ്പോഴും പുരോഗമിക്കുകയാണ്, കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേവിയും സൈന്യവും ദുരന്ത നിവാരണ സേനയും ഒപ്പം തന്നെ ഇന്ന് റിട്ടയർഡ് മേജർ ജനറൽ ആയിട്ടുള്ള ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘവും സംയുക്തമായിട്ടുള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ ആധുനിക സാങ്കേതിക ഉപകരണങ്ങളുടെ സഹായമുണ്ട്. ഇന്ദ്രപാലിന്റെ കൈവശമുള്ള ഈ ഡ്രോൺ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളുണ്ട്. അത് വെള്ളത്തിനടിയിലുള്ള കൃത്യമായിട്ടും ഈ ലോറിയുടെ ഒരു ഏത് രീതിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് പരിശോധന നടത്തുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഈ ഒരു സാങ്കേതിക ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള കൺട്രോൾ റൂം അവിടെ തയ്യാറാക്കുകയാണ് രാവിലെ തന്നെ ഈ ദൗത്യ സംഘം ചെയ്തത്. അതിനാവശ്യമായ താൽക്കാലിക ടെന്റ് നിർമ്മിച്ച് കൺട്രോൾ റൂം ഒരുക്കിയിരിക്കുകയാണ്. അവിടെ നിന്നാണ് ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. കൂടാതെ തന്നെ ഒരു ഭാഗത്ത് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഈ വെള്ളത്തിൽ മുങ്ങി പരിശോധന നടത്തുന്നതിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകൾ ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും ഇന്ന് ഈ മുങ്ങൽ വിദഗ്ധർക്ക് ഈ ലോറിയുടെ അടുത്തേക്ക്, ട്രക്കിന് അടുത്തേക്ക് എത്താൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ തിരച്ചിലിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടവും അതുതന്നെയാണ്. ഇതുവരെയും അർജുൻ എവിടെയാണ്, കാണാമറയത്ത് നിന്ന അർജുനും ലോറിയും ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഗംഗാവാലി നദിയിലുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നത്. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഈ തിരച്ചിലിലെ ഇതുവരെ ഉണ്ടായതിൽ വെച്ച ഏറ്റവും വലിയ പുരോഗതി. അത് ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇനി അല്പം കൂടി സാങ്കേതിക തികവോടുകൂടി അവിടെ നേരിട്ടെത്തി തന്നെ ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ
ലോറി ഏത് രീതിയിലാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. ഏതായാലും ഈ ഗംഗാവാലി നദിയിൽ തലകീഴായി കിടക്കുന്ന നിലയിലാണ് ഇപ്പോൾ ലോറിയുടെ പൊസിഷൻ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന്റെ കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നതിനാവശ്യമായാണ് നേരിട്ട് അവിടേക്ക് മുങ്ങൽ വിദഗ്ധർക്ക് എത്തി ആ രീതിയിലുള്ള വ്യക്തത വരുത്താൻ ആണ് ഇന്ന് ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ ഈ ലോറിയുടെ ക്യാബിനകത്ത് അർജുന്റെ സ്ഥിരീകരണം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാനാണ് ഇന്ന് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ഏറ്റവും അർജുൻ അതിനകത്തുണ്ടോ എന്നത് നമുക്ക് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇപ്പോഴും ആ ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം പുഴയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പരിശോധന, ആ പരിശോധനയ്ക്ക് മാത്രമാണ് അർജുൻ അതിനകത്തുണ്ടോ എന്നത് സ്ഥിരീകരിച്ച് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പക്ഷേ ഉണ്ടാകണം എന്നൊരു പ്രാർത്ഥന അതൊക്കെ നമുക്ക് ഉണ്ട്.